ബേസിലാണ്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ലോക്മാന്യത്തിലൊരു സ്റ്റേഷനിലാണ് ഉള്ളത്. അവിടെ CST ട്രെയിനുകളുണ്ട്, പക്ഷേ ഇതാണ് കിട്ടിയത്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ കയറിയിട്ട് ഇനി നാസിക് റോഡിലാണ് ഇറങ്ങുന്നത്. അവിടെ നിന്ന് പിന്നെ ഒരു 50 കിലോമീറ്ററോളം ഉള്ളിലോട്ടുണ്ട് ഹരിഹർ ഫോർട്ടിലോട്ട് എത്താൻ. അതെന്തായാലും നമുക്ക് പോയി നോക്കാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഹരിഹർ ഫോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഹരിഹർ ഫോർട്ടിൻ്റെ അവിടെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പോൾ ത്രയംബകേശ്വർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ടെമ്പിളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിൻ വന്നിറങ്ങി നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തെ ദിവസം. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ ഇന്നിരിക്കുകയാണ് ഇപ്പോൾ. ഇനി ഇവിടെ നിന്ന് നാസിക്കിൽ നിന്ന് അങ്ങോട്ട് ഒരു 54 കിലോമീറ്ററൊക്കെ ഉണ്ട്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര പറയുകയാണെങ്കിൽ ഞങ്ങൾ ട്രെയിനാണ് ചൂസ് ചെയ്തത്. ബസ് ഓപ്ഷനും ഉണ്ട്, പക്ഷേ അത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. ട്രെയിനാണ് പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 3-3.25 മണിക്കൂർ നമുക്ക് യാത്ര വന്നു. റിസർവ് ചെയ്തിരുന്നു. റിസർവേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല, സ്ലീപ്പറായിരുന്നു അല്ലേ? സ്ലീപ്പറായിരുന്നു. പക്ഷെ ഭയങ്കര റഷാണ്. ഇവൻ നമുക്ക് സീറ്റ് ഉണ്ടെങ്കിൽ പോലും ആൾക്കാരൊക്കെ ഭയങ്കര റൂഡാണ്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ട്രെയിൻ യാത്ര. പിന്നെ അതുപോലെ ഇറങ്ങാൻ നേരത്താണേലും ഇറങ്ങാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ട്രെയിൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്ര ഒരു കൂളായിട്ടുള്ളൊരു യാത്ര ആയിരുന്നില്ല ട്രെയിനിൽ നിന്ന് ഇപ്രാവശ്യം ഉണ്ടായത്. നാസിക് വന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓട്ടോ വിളിക്കുകയാണ് ചെയ്തത്. ഇത് ആവശ്യത്തിന് ദൂരം ഉണ്ട്, 54 കിലോമീറ്ററോളം ഉണ്ട്. 800 രൂപയാണ് ഓട്ടോ ചാർജ് പറഞ്ഞിട്ടുള്ളത്. ബസ് ഉണ്ട്, പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ആവശ്യത്തിന് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനിയും ലേറ്റ് ആക്കാൻ വയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് ഓട്ടോ വിളിച്ച് പോരുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് ഹരിഹർ ഫോർട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇന്നലെ മുതൽ ഫുള്ള് ദുരന്തമാണ്. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് പോയി നോക്കാം. ഇന്നലെ നൈറ്റ് എത്തിയപ്പോഴേക്കും നല്ല ലേറ്റായിരുന്നു. അത് കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പോരാത്തതിന് ഇത് നല്ല ഉള്ളിലുമാണ് താമസിച്ചിരുന്ന സ്ഥലം. ഇവിടെ അങ്ങനെ ആൾക്കാരൊക്കെ വളരെ കുറവുള്ള ഏരിയ. അത് കാരണം വണ്ടിയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ നിന്നിരുന്ന ഹോട്ടലിലെ ആൾ തന്നെയാണ് ഞങ്ങളെ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ നിൽക്കുന്നതാണ് നമ്മുടെ ഗൈഡ്. അങ്ങനെ വഴിയിലുള്ള എല്ലാ ദുർഘടനകളെയും തരണം ചെയ്ത് ബാക്കിയും കൂടെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഏക്കെ ഇവിടെ ഉണ്ട്. ഫോണിന്റെ ബാക്കിൽ ഒന്നും അല്ല കേട്ടോ. ഈ ഹരിഹർ ഫോർട്ട് യാത്ര വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ മുംബൈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഹരിഹർ ഫോർട്ട് പോകണം എന്നുള്ളത് തീരുമാനിച്ചിരുന്നു. പക്ഷെ ഞങ്ങളൊരു പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. യാത്ര ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അന്നാണ് മുംബൈയിൽ നിന്ന് ഇങ്ങോട്ട് ട്രെയിനാണോ ബസ്സാണോ വരിക എന്ന് വരെ നോക്കുന്നത്. അതുപോലെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടില്ല, ലൊക്കേഷനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ പോരുന്ന വഴിക്ക് നോക്കി പോന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ യാത്ര തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ ഉണ്ടായിരുന്നു. നല്ല ടെൻസ്ഡ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. പക്ഷേ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസും ആയിരുന്നു. ഏത് കാട്ടിൽ പോയി പെട്ടാലും തിരിച്ച് വീട്ടിലെത്തിക്കോളും എന്നുള്ളത് ഈ ഒരു യാത്രയിലൂടെ ഞങ്ങൾ പഠിച്ചു. എന്തായാലും നമ്മളിപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളായി. ഇതുവരെ എത്തിയിട്ടില്ല സ്റ്റാർട്ടിങ് പോയിന്റിൽ. കേടുകെട്ടാൻ ആവശ്യത്തിന് സ്പീഡാണ്. ലാംഗ്വേജ് അറിയത്തുമില്ല. അവരുടെ ലാംഗ്വേജ് നമുക്കറിയത്തില്ല. മറാഠിയാണ്, ഹിന്ദി അറിയത്തില്ല അവർക്ക്. സോ വെച്ച് കൂടെ പിടിക്കല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. കയറിയതിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞേ. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഈ പാവങ്ങളിതേ 2 എണ്ണം ഞങ്ങളുടെ പിന്നാലെ കൂടിയിട്ടുണ്ട്. മുത്തച്ഛൻ നല്ല ഫാസ്റ്റാട്ടോ ഓട്ടോ ഓടുന്നുണ്ട്.
ഇവിടെയൊക്കെ ഇൻ ബിറ്റ്വീൻ ഇതേപോലെ ചെറിയ ഷെഡ് വെച്ചിട്ട് കുറച്ച് സ്നാക്സും വെള്ളവും ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്നുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ ആവശ്യത്തിന്. അങ്ങനെ ഒരു മിനിറ്റ്, എത്രയായി സമയം ചേച്ചി? 9 മണി. ഏതാണ്ട് അരമണിക്കൂർ കൂടുതലായി നമ്മളിങ്ങോട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണിത് ഫോർട്ടിൻ്റെ ഒരു വിധം താഴെ നമ്മൾ എത്തിയിട്ടുള്ളൂ. അത്രയും ദൂരം നമുക്ക് നടക്കാനുണ്ട്. ഇനിയാണ് നല്ല കുത്തനുള്ള കയറ്റം വരാൻ പോകുന്നത്. ഇത്രയും നേരം ഇങ്ങനെ പരന്നിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെയും വഴിയുണ്ട് തോന്നുന്നു ഇതിൻ്റെ മേലോട്ട് കയറാൻ. നമ്മൾ വന്ന റൂട്ടിലൂടെ വേറെ ആരും അങ്ങനെ വരുന്നൊന്നും കണ്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ കുറച്ച് പേര് കൂടെയൊക്കെ കയറുന്നുണ്ടായിരുന്നു. ഒരു വിക്ടറി. നമുക്ക് കൈ പിടിച്ച് പിടിച്ച് കയറാനുള്ള സെറ്റപ്പ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒക്കെ ചളിയുള്ള മഴ പെയ്തിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇവിടെ കൂടുതലും റെയിനി സീസണിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രക്കിങ്ങിന് വരുന്നത്. പക്ഷേ നമ്മൾ വന്നത് സമ്മറിലാണ്. അത് കാരണം ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു. മഴക്കാലത്ത് ഇവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഫുള്ള് നല്ല ഗ്രീനായിട്ടായിരിക്കും കിടക്കുന്നത്. കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകുമെന്നാണ് പറയുന്നത്. എന്നാലും അങ്ങനെ വഴുതി വീഴുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. നല്ല സുഖമായിട്ട് കയറാൻ പറ്റും എന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. പക്ഷെ നമ്മളെന്തായാലും വന്നത് സമ്മറിലാണ്. എന്നാലും വലിയ വെയിലില്ലാത്തൊരു ദിവസമായതുകൊണ്ട് വല്ലാതെ പ്രശ്നമില്ലാതെ ഞങ്ങൾക്ക് കയറാൻ പറ്റി. ഞങ്ങൾ ഏർലി മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും താഴത്തോട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ ഇറങ്ങിയിരുന്നു. ഹരിഹർ ഫോർട്ടിന്റെ മേലെയാണ് ഇപ്പോൾ ഉള്ളത്. ഇതുവരെ കയറാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ കുഞ്ഞു സാധനം കാണുന്നില്ലേ, അതിൻ്റെ അവിടെ നമുക്ക് നല്ല ഹൈറ്റിലാണ് സ്റ്റെപ്സ് എല്ലാം. അത് കാരണം കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ ഇറങ്ങാനും ആ ഒരു കുഞ്ഞു പോർഷൻ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തുള്ളൂ. ബാക്കി എല്ലായിടത്തും നമുക്ക് പിടിച്ച് വരാനുള്ള ഒരു സംവിധാനം ഉണ്ട് അവിടെ. കയ്യിനുള്ള ലോക്കൊക്കെ അവരവിടെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഈ ഒരെണ്ണം മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഓക്കെയാണ്, എല്ലാവർക്കും കയറാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹരിഹർ ഫോർട്ടിലെ കാഴ്ചകൾ. ഇനി നമ്മളിത് താഴത്തോട്ട് പോകണം. താഴത്തോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നു. ഇത്രയും തന്നെ നമുക്ക് ആ കയറുന്ന സുഖം ഇറങ്ങുമ്പോൾ കിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ലേ ചേച്ചി? അതെ, സൂപ്പറായിരുന്നു. ഓക്കെ, താഴോട്ട് പോവാണ്. ഇനി താഴെ പോയിട്ട് കാണാം. ഫോണിലൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ട്. ബൈ ബൈ. ഞാനിവിടെ കൂടുകയാണ്. അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു ഓട്ടോ കിട്ടിയത്, ഒരു ഷെയർ ഓട്ടോ. ഇതിലൊന്നും എത്ര ആളെന്നൊന്നുമില്ല, എല്ലാവരെയും അങ്ങ് തള്ളി കയറ്റുകയാണ്. താഴെയും മേലെയും വണ്ടിയുടെ മേലെ വരെ ആൾക്കാരെ അവർ കയറ്റുന്നുണ്ട്.
വളരെ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഓരോ ഓട്ടോക്ക് വരുന്നത്. കാരണം എല്ലായിടത്തുനിന്നും ആൾക്കാർ ഇങ്ങനെ നിർത്തി കയറുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? പറയാനില്ല എനിക്ക്. അങ്ങനെ നമ്മള് ഹരിഹർ ഫോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങി താഴെ വന്ന് അവിടെ നിന്ന് ഒരു തരം ഷെയർ ഓട്ടൊക്കെ വിളിച്ച് ഇവിടെ വന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇനി നമുക്ക് വണ്ടിയൊന്നും കിട്ടിയില്ല. അപ്പോഴേ ഇവിടുത്തെ നല്ല ഭംഗിയുള്ള അതിമനോഹരമായ പർവ്വതങ്ങൾ കണ്ടുകൊണ്ട് നല്ല ചൂടും. നമുക്ക് 1.5 കിലോമീറ്റർ അങ്ങോട്ടുണ്ട്. ഇവിടുന്ന് വണ്ടിയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നടന്നു പോകാൻ രക്ഷമുള്ളൂ. ഇനി അവിടെ പോയിട്ട് നമുക്ക് എല്ലാം പാക്ക് ചെയ്തെടുത്ത് തിരിച്ച് നാസിക്ക് പോയി വണ്ടി കയറി മുംബൈയിലോട്ട് വിടാം. അങ്ങനെ ഹരിഹർ ഫോർട്ട് എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നാസിക്കിലോട്ട് പോകാൻ നിൽക്കുകയാണ്. നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് ഓട്ടോ കിട്ടിയിട്ട് വേണം. കിട്ടിയാൽ ഞങ്ങൾ പോകുന്നതായിരിക്കും. അതെ, അല്ലെങ്കിലും പോയേ പറ്റത്തുള്ളൂ. അങ്ങനെ കുറേ നേരം ഓട്ടോ കാത്തുനിന്ന് ഓട്ടോ ഒന്നും കിട്ടാനിട്ട് ഒരു ലോറി ചേട്ടന് കൈ കാട്ടി നമ്മളത് കയറി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വളരെ കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇന്നേ വരെ ആരുടെ അടുത്തൊന്നും ലിഫ്റ്റൊന്നും ചോദിച്ചാൽ അങ്ങനെ കയറിയിട്ടില്ല. ഇത് ലോറിക്കൊക്കെ ലിഫ്റ്റ് ചോദിക്കുന്നതൊക്കെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം വളരെ കോമഡി ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തത്. ഈ ഹരിഹർ ഫോർട്ട് യാത്ര ശരിക്കും തുടങ്ങിയപ്പോൾ മുതൽ അവസാനം വരെ വളരെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസോട് കൂടിയിട്ടുള്ളൊരു യാത്രയായിരുന്നു. ഒരിക്കലും മറക്കാത്തൊരു യാത്രയാണ്. അതുപോലെ തന്നെ ഈ ചേട്ടപ്പം ഞങ്ങളതിനെ ത്രയംബകേശ്വര ബസ് സ്റ്റാൻഡിൽ ഇറക്കി തരാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ ബസ്സിനാണ് ഞങ്ങൾ പോകുന്നത്. 20 rupees പെർ ഹെഡാണ് നാസിക് റോഡിലോട്ട് ആയതുള്ളൂ. ഇങ്ങോട്ട് വന്നത് 800 കൊടുത്തിട്ടാണ് ഓട്ടോയ്ക്ക്. അപ്പോൾ ബസ്സിന് വരാവുന്നതേ ഉള്ളൂ. ബസ്സാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളത്. ഇനി നാസിക്കിൽ നിന്ന് നമ്മൾ നേരെ ട്രെയിൻ കയറി മുംബൈയിലോട്ട് തന്നെ റിട്ടേൺ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹരിഹർ ഫോർട്ട് യാത്രയിലെ വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.